പതിറ്റാണ്ടുകളായി സാമൂഹിക പഠനങ്ങളെയും സാമ്പത്തിക വിശകലനങ്ങളെയും അലട്ടുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു രാജ്യത്തെ ജനസംഖ്യയിൽ ലിംഗപരമായ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടായാൽ എന്തു സംഭവിക്കും? അതിൻ്റെ ഉത്തരം തേടി അധിക ദൂരമൊന്നും പോകേണ്ടതില്ല. യൂറോപ്പിൻ്റെ കിഴക്കൻ തീരത്തുള്ള ഒരു ചെറിയ രാജ്യമായ ലാത്വിയയിലേക്ക് നോക്കിയാൽ മാത്രം മതി. ന്യൂയോർക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള ആഗോള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ലാത്വിയയിലെ ഇപ്പോഴത്തെ അവസ്ഥ കേവലം ഒരു വാർത്ത എന്നതിലുപരി ആധുനിക സമൂഹത്തെ പിടിച്ചുലയ്ക്കുന്ന ഒരു ഗുരുതരമായ സാമൂഹിക ജനസംഖ്യാപരമായ പ്രതിസന്ധിയാണ്. വിവാഹം കഴിക്കാൻ അനുയോജ്യരായ പുരുഷന്മാരെ കിട്ടാനില്ലാത്തതിനാൽ സ്ത്രീകൾ ഭർത്താക്കന്മാരെയും വീട്ടുജോലിക്കാരെയും വാടകയ്ക്കെടുക്കാൻ നിർബന്ധിതരാകുന്ന ഞെട്ടിക്കുന്ന സാഹചര്യമാണ് ലാത്വിയയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ രാജ്യത്ത് പുരുഷന്മാരുടെ എണ്ണത്തിലുള്ള കുറവ് അത്രയേറെ വലുതാണ്. ഈ പ്രതിസന്ധി എങ്ങനെയുണ്ടായി? ലാത്വിയൻ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നു? ഈ പ്രതിഭാസത്തെ നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. ലാത്വിയയിലെ ലിംഗ അസന്തുലിതാവസ്ഥ കേവലം ഒരു ഊഹമല്ല. യൂറോസ്റ്റാറ്റ് പോലെയുള്ള ഔദ്യോഗിക ഏജൻസികളുടെ കണക്കുകൾ ഇത് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 15.5% അധികമാണ്. യൂറോപ്യൻ യൂണിയൻ്റെ മൊത്തത്തിലുള്ള ശരാശരിയേക്കാൾ 3 ഇരട്ടിയിലധികം വരും ഇത്. പ്രത്യേകിച്ചും 65 വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ ഈ അന്തരം ഭയാനകമാണ്. ഈ പ്രായപരിധിയിൽ ലാത്വിയയിൽ വനിതകളുടെ എണ്ണം പുരുഷന്മാരുടേതിൻ്റെ ഇരട്ടിയോളമാണ് വരുന്നത്. ചെറുപ്പക്കാരുടെ ഇടയിൽ വ്യത്യാസം കുറവാണെങ്കിലും വിവാഹപ്രായമെത്തുമ്പോഴേക്കും അനുയോജ്യരായ പുരുഷ പങ്കാളികളെ കണ്ടെത്താനുള്ള സാധ്യത ഗണ്യമായി കുറയുന്നു. ഒരു സമൂഹത്തിൽ ഓരോ 100 സ്ത്രീകൾക്കും 85-ൽ താഴെ പുരുഷന്മാർ മാത്രമാകുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികവും മനഃശാസ്ത്രപരവുമായ പ്രത്യാഘാതങ്ങൾ സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ്. പുരുഷന്മാരുടെ അഭാവം കേവലം വിവാഹ വിപണിയിൽ മാത്രമല്ല പ്രതിഫലിക്കുന്നത്. അത് ലാത്വിയൻ സ്ത്രീകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പ്രായോഗിക കാര്യങ്ങളെയും ബാധിക്കുന്നു. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, പ്ലംബിംഗ്, കാർപ്പൻ്റർ, കനത്ത ജോലികൾ തുടങ്ങിയ പുരുഷന്മാർ പരമ്പരാഗതമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആളില്ലാതെ സ്ത്രീകൾ ബുദ്ധിമുട്ടാൻ തുടങ്ങി. ഈ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക പരിഹാരമെന്ന നിലയിലാണ് റെൻ്റ് എ ഹസ്ബൻഡ് എന്ന ആശയം പ്രശസ്തമായത്. കൊമാൻഡ 24 പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ മെൻ വിത്ത് ഗോൾഡൻ ഹാൻഡ് എന്ന പേരിൽ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ, മെയിൻ്റനൻസ് തുടങ്ങിയ സേവനങ്ങൾക്ക് പുരുഷന്മാരെ ലഭ്യമാക്കുന്നു. ഇതൊരു യഥാർത്ഥ ഭർത്തൃബന്ധമല്ല, മറിച്ച് വീട്ടുജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു പുരുഷന്റെ സേവനം പണം കൊടുത്ത് വാങ്ങുന്ന ഒരു രീതിയാണിത്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് 1 മണിക്കൂർ നേരം ഒരു ഭർത്താവിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുന്ന രീതി പോലും ലാത്വിയയിൽ നിലവിലുണ്ട് എന്നാണ്. തനിച്ചായ സ്ത്രീകൾക്ക് ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ ഇതൊരു വലിയ സഹായകരമായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ പ്രായോഗിക സഹായം നൽകുന്നതിനപ്പുറം ഒരു വൈകാരിക പങ്കാളിയുടെ അഭാവം സ്ത്രീകളുടെ ജീവിതത്തിൽ ഒരു ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. രാജ്യത്തിനകത്ത് അനുയോജ്യരായ പങ്കാളികളെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും സ്ത്രീകൾ മറ്റു വഴികൾ തേടാൻ നിർബന്ധിതരാകുന്നു. ലാത്വിയയിൽ നിന്നും സ്ത്രീകൾ കൂട്ടമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു പ്രധാന കാരണം വിവാഹം കഴിക്കാൻ ഒരു പങ്കാളിയെ കണ്ടെത്തുക എന്നതാണ്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ഈ പലായനം ലാത്വിയയുടെ സാമൂഹിക ഘടനയെ കൂടുതൽ ദുർബലമാക്കുന്നു. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഉയർന്ന നിലവാരം പുലർത്തുന്ന ലാത്വിയൻ വനിതകൾ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിയും പോകുന്നുണ്ടെങ്കിലും ഒരു സാധാരണ കുടുംബജീവിതത്തിനായുള്ള അന്വേഷണം ഇതിലെ ഒരു സുപ്രധാന ഘടകമാണ്. ഇത് രാജ്യത്തിൻ്റെ ബ്രെയിൻ ഡ്രെയിനിന് ആക്കം കൂട്ടുകയും ശേഷിക്കുന്ന പുരുഷന്മാർക്ക് താല്പര്യം കുറവാണെങ്കിൽ പോലും വിവാഹ വിപണിയിൽ അവരുടെ വില ഉയർത്തുകയും ചെയ്യുന്നു. ലാത്വിയയിലെ ഈ ലിംഗ അസന്തുലിതാവസ്ഥയുടെ മൂലകാരണങ്ങൾ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഘടകങ്ങൾക്കപ്പുറം പുരുഷന്മാരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം. ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ലാത്വിയൻ പുരുഷന്മാരുടെ ജീവിതശൈലിയാണ് അവരുടെ ആയുർദൈർഘ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നത് എന്നാണ്. ഉയർന്ന പുകവലി നിരക്ക്, മദ്യപാനം, അമിതവണ്ണവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, അതുപോലെ തെറ്റായ ഭക്ഷണക്രമം എന്നിവയെല്ലാം പുരുഷന്മാരുടെ ശരാശരി ആയുസ്സിനെ കുറയ്ക്കുന്നു. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർ പൊതുവെ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയരാകാൻ മടിക്കുന്നതും രോഗങ്ങൾ കണ്ടുപിടിക്കാൻ വൈകുന്നതും ചികിത്സ വൈകുന്നതുമെല്ലാം ഇതിന് കാരണമാകുന്നു. ഇതുകൂടാതെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രാജ്യത്തുണ്ടായ സാമ്പത്തികവും സാമൂഹികവുമായ മാറ്റങ്ങൾ പുരുഷന്മാരിൽ സമ്മർദ്ദം, അമിതമായ ജോലിഭാരവും വർദ്ധിപ്പിച്ചു. ഇതെല്ലാം ചേർന്ന് പുരുഷന്മാരുടെ മരണനിരക്ക് ഉയർത്തുകയും തൽഫലമായി മുതിർന്ന പൗരന്മാരുടെ വിഭാഗത്തിൽ സ്ത്രീകൾ ഇരട്ടിയിലധികം വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലാത്വിയയെ കൊണ്ടെത്തിച്ചു. ഈ പ്രതിസന്ധി ലാത്വിയയിൽ നിരവധി പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. വിവാഹ നിരക്ക് കുറയുന്നതും സ്ത്രീകൾ വിദേശത്തേക്ക് പോകുന്നതും രാജ്യത്തെ മൊത്തത്തിലുള്ള ജനന നിരക്കിനെ ബാധിക്കുകയും ജനസംഖ്യ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. പല തൊഴിലിടങ്ങളിലും പുരുഷന്മാരുടെ കുറവ് പ്രകടമാണ്. ഇത് ചില ജോലികളിൽ സ്പെഷ്യലൈസ്ഡായ ആളുകളുടെ അഭാവം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്.
വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന സമ്മർദ്ദം മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. കൂടാതെ രാജ്യത്തെ പ്രായമായ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന് പെൻഷനുകളുടെയും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും രൂപത്തിൽ വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുകയും ചെയ്യുന്നു. ലാത്തിയയിലെ റെൻ്റെ ഹസ്ബൻഡ് പ്രതിഭാസം കേവലം ഒരു രസകരമായ റിപ്പോർട്ടായി കാണരുത്. ഇതൊരു സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയ ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ്. പുരുഷന്മാരുടെ ആയുർദൈർഘ്യം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും ലാത്വിയൻ ഭരണകൂടം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു വികസിത യൂറോപ്യൻ രാജ്യത്ത് പോലും ലിംഗ അസന്തുലിതാവസ്ഥ ഇത്രത്തോളം രൂക്ഷമാകാമെങ്കിൽ ആഗോളതലത്തിൽ ഓരോ സമൂഹവും അവരുടെ ജനസംഖ്യാപരമായ ഘടനയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഒരു പങ്കാളിക്ക് വേണ്ടി സ്വന്തം രാജ്യം വിടാൻ നിർബന്ധിതരാകുന്ന ലാത്തിയൻ സ്ത്രീകളുടെ ഈ കഥ ആരോഗ്യപരമായ ഒരു സമൂഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്.